ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ കാണുന്നൊരു കമൻ്റാണ് ഇതുപോലത്തെ ഫോൺസ് എങ്ങനെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ചെറിയൊരു ട്യൂട്ടോറിയൽ നോക്കാം. ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റാണ്. ഇതിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറേ ഫോൺസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് നമ്മളുടെ യൂട്യൂബ് ഷോർട്സിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് കാണുന്നൊരു ഫോണ്ട് എന്ന് പറഞ്ഞാൽ തിക്ക് ബ്രഷ് എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ്. പല വീഡിയോസിലും ചോദിക്കാറുണ്ട് ഇത് ഏത് ഫോണ്ടാണെന്നുള്ളത്. ഞാനും എൻ്റെ വീഡിയോസിൽ ഈ ഫോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഫോണ്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ഫോണ്ടാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം സേവ് ടു ഫയൽസ് എന്നിട്ടുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയൽ നമ്മളുടെ ഫോണിലേക്ക് സേവ് ആകും. അതിനുശേഷം ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് ഈ കറസ്പോണ്ടിങ് ഫയൽ സെലക്ട് ചെയ്ത് അൺകംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഇൻഷോട്ട് ആപ്പിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ക്യാപ്ഷൻ റൈറ്റ് ചെയ്യുക. ഞാനിവിടെ റെയിനി ഡേയ്സ് എന്ന് പറഞ്ഞാണ് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫോണ്ട് ഞാൻ എഡിറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഇത് ഡിഫോൾട്ടായിട്ടുള്ള ഫോണ്ടാണ്. അതല്ലാതെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മറ്റ് ഫോൺസ് ഇതിൽ കാണാം. ഈ തിക്ക് ബ്രഷ് റെഗുലർ എന്നുള്ളതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഫോണ്ട്. ഇനി പുതിയ ഫോണ്ട് യൂസ് ചെയ്യാൻ ഇമ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ WTF എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷനുള്ള ആ ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഫോണ്ട് നമ്മളുടെ ഇതിലേക്ക് ഇമ്പോർട്ടായി നമ്മുടെ വീഡിയോയിൽ ആഡ് ആകും. അതുപോലെ തന്നെ ഞാൻ വേറെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഫോൺസാണ് ഈ കാണുന്നത്. ഇതും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ചില വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൈലി എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അത് വളരെ സിമ്പിളാണ്. ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ടെക്സ്റ്റിൻ്റെ കൂടെ നമുക്ക് വേണ്ട സ്മൈലി ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ റെയിൻ എന്നുള്ളതായതുകൊണ്ട് റെയിനിൻ്റെ ഒരു ജസ്റ്റ് ഒരു സ്മൈലി ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെയും പല യൂട്യൂബ് വീഡിയോസിലും കാണാറുണ്ട്. ഇനി നിങ്ങൾക്ക് റെയിനിൻ്റെ സ്റ്റിക്കറാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റിക്കർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ജെഫ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ റെയിനെന്ന് ടൈപ്പ് ചെയ്തിട്ട് റെയിനിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു സ്ക്വയർ നമ്മൾ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്കിതിനെ എഡിറ്റ് ചെയ്യാനും പറ്റും. അതിൻ്റെ പൊസിഷൻസൊക്കെ ഡ്രാഗ് ചെയ്ത് മാറ്റാം. ഇതെല്ലാം തന്നെ വീഡിയോ ഫുൾ വേണമെങ്കിൽ വീഡിയോ എൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇതുപോലെ കംപ്ലീറ്റ്ലി വീഡിയോയിൽ അത് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഗോൾഡൻ എഫക്റ്റുള്ള ഒരു ഫോണ്ട് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നതെന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിനായിട്ട് ആ ഫോണ്ട് എഡിറ്റ് ചെയ്യുക. ഞാൻ തിക്ക് ബ്രഷ് മാറ്റിയിട്ട് ഹണിമോലീന എന്ന് പറഞ്ഞ ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിൽ എഡിറ്റ് ഓപ്ഷനിൽ കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴത്ത് കുറേ ബോക്സസ് കാണാം. അതിലായിട്ട് നമ്മൾക്ക് ഈ ഒരു ഗോൾഡിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നൊരു ബോക്സ് ഉണ്ട്. റൈറ്റ് ഡോട്ടഡ് സ്ക്വയറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ടും നമുക്ക് ആ ഒരു ഗോൾഡൻ എഫക്റ്റുള്ള ഫോണ്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിതെല്ലാം ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഐഫോണിലാണ്. ആൻഡ്രോയിഡ് ഫോണിലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് എല്ലാം സെയിം ആയിരിക്കും. ഇതുപോലത്തെ കൂടുതലായിട്ടുള്ള എഡിറ്റിംഗ് വീഡിയോസ് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.